ഹലോ ഫ്രണ്ട്സ്, ആശാൻസ് ഇംഗ്ലീഷ് ക്ലാസ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ക്ലാസ്സുകളിലും ഇപ്പോൾ നമ്മൾ ടെൻസ്, അതായത് പ്രത്യേകിച്ചും കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വരും അതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീഡിയോയിലും പ്രത്യേകം ടെൻസ് എക്സാമ്പിൾസോട് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് റെഗുലറായിട്ട് ഒന്ന് കാണുക. കണ്ടത് ശരിക്കും മനസ്സിലാവുന്ന വരെ റിപ്പീറ്റഡ്ലി കാണും. അപ്പോഴാണ് നമുക്ക് മനസ്സിൽ ഉറയ്ക്കുന്നത്. അപ്പോൾ ഓരോ ടെൻസും പറയുമ്പോൾ ആദ്യം പറയുന്നത് അത് ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. സിറ്റുവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശയമാണ് ഇത് ഭൂതകാലത്തിൽ നടന്നതാണോ, വർത്തമാന കാലത്തിൽ നടക്കുന്നതാണോ, അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതാണോ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വെർബ് ഫോമാണ് ഈ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് ആലോചിച്ച് ഒന്ന് മനസ്സിലാക്കി ബേസിക് മുതലേ ശരിക്കും മനസ്സിലാക്കിയെന്ന് വേണം. ജസ്റ്റ് കണ്ടുപോയെന്ന് വെച്ച് ഒന്നും മനസ്സിൽ തടയത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പതിവായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ പറ്റി എങ്ങനെ പറയാം. പതിവായി ചെയ്യുന്നത് പറയുമ്പോൾ അത് കേട്ടാൽ തോന്നും പതിവാണ്. ഉദാഹരണത്തിന്, ഞാൻ എഴുന്നേക്കുന്നത് 5 മണിക്കാണ്. ഞാൻ എഴുന്നേക്കുന്നത് 5 മണിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും എഴുന്നേക്കുന്നതാണ്. ഞാൻ എഴുന്നേറ്റത് 5 മണിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാര്യമാവാം. അതുകൊണ്ട് ഇപ്പം ഞാൻ രാവിലെ പത്രം വായിക്കാറുണ്ട്. വായിക്കാറുണ്ടെന്ന് പറയുമ്പോൾ അതെൻ്റെ ഒരു ശീലമാണ്, ഡെയിലി നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ അത് ഹാബിച്വൽ ആയാലും അല്ലാത്തതായാലും ഇതെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഇനി പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ട്രൂത്ത്, കണ്ടീഷണൽ സെന്റൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലും ഇത് തന്നെയാണ് പ്രയോഗിക്കുന്നത്. അത് നമ്മൾ ആദ്യമേ അതിലേക്കൊക്കെ പോകാതെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ മനസ്സിൽ ഉറപ്പിച്ച് അങ്ങ് പഠിക്കുക. പതിവായിട്ട് നടക്കുന്ന കാര്യം അല്ലെങ്കിൽ സെന്റൻസിലെ സബ്ജക്റ്റ് പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ഫോമിൽ പറയും. ഇനി സിമ്പിൾ പ്രസന്റ് ഫോമിൽ പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ആ വെർബിൽ വരുന്ന മാറ്റം. എല്ലാ ടെൻസിലും വെർബിൽ ഇപ്പം നമ്മൾ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ടെൻസിലും ഐ പറയുന്നുണ്ട്, ഹി പറയുന്നുണ്ട്, ഇവർ മാറിയും കയറി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അവരോടൊപ്പം വരുന്ന വെർബാണ് മാറ്റത്തിന് വിധേയമാവുന്നത്. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതൊന്ന് ബേസിക്കലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നത് വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭാഷ പഠിക്കാൻ പറ്റുന്ന വേറൊരു ഭാഷയില്ല. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ അത്യാവശ്യം വേണ്ടുന്ന ബേസിക് ഗ്രാമർ പോയിന്റ്. പിന്നെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്താണ് ഒരു പ്രത്യേകത എന്താ മറ്റുള്ളൊരു ഭാഷ പഠിക്കുന്നതിനേക്കാൾ, വേറൊരു ഭാഷ പഠിക്കുന്നതിനേക്കാൾ ഇപ്പം നിങ്ങൾ തെലുങ്ക് പഠിക്കാൻ ശ്രമിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനുള്ള വ്യത്യാസം, ഇംഗ്ലീഷിലെ അത്യാവശ്യം വേണ്ടുന്ന വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്കറിയാം. അതേസമയത്ത് തെലുങ്ക് പഠിക്കാൻ പോകുമ്പോൾ തെലുങ്കിലെ ഒറ്റ വാക്ക് പോലും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് വളരെ വേഗം. പിന്നെ ഇനിയിപ്പോ എന്താ ഈ സെന്റൻസിൽ വരുന്ന വാക്ക്, ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വാക്കുകൾ വരുന്നുണ്ട്. ആ വാക്കുകളുടെ ഓർഡർ അത് നേരത്തെ പറഞ്ഞു, സബ്ജക്റ്റ് ആണ് ആദ്യം തന്നെ, അത് വന്നു കഴിഞ്ഞാൽ ഉടൻ വെർബ് വരും. ഈ വെർബിന്റെ ഫോം പഠിക്കലാണ് ഈ ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് ഫോം പഠിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എക്സാമ്പിൾ ഒരു സെന്റൻസ് ഞാൻ പറയാം. ഷീ റൈറ്റ്സ് സ്റ്റോറീസ്. അവൾ കഥ എഴുതാറുണ്ട്. ഷീ റൈറ്റ്സ് സ്റ്റോറീസ്. അപ്പോൾ ഈ ഷീ റൈറ്റ്സ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെർബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ്സ് WRITS ചേർത്ത്. അപ്പൊ ഈ വെർബിനോടൊപ്പം എസ് ചേർത്ത് വരുന്ന ഒരു സൗണ്ട്, ട്രൈസ്, റൈറ്റ്സ്, ഗോസ്, ഡസ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത നമുക്ക് തോന്നിക്കും. ഈ വെർബിനകത്തൊരു എസ് ചേർത്ത് പറയും. യെസ്, ഇറ്റ് ഈസ് ദെയർ. ആ എസ് സൗണ്ട് ഉണ്ട്. ഈ എസ് സൗണ്ട് തരുന്നതിന് ഒരുപക്ഷെ അതൊരു സിംഗിൾ എസ് ആവാം, ഒരുപക്ഷെ ES കൂട്ടിച്ചേർത്തതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ IES ആവാം. ഇതാണ് ആ വെർബിന്റെ മാറ്റം. ഇനി ഈ എസ് ശബ്ദം എവിടെയാണ് വരുന്നത്? വെർബിന്റെ കൂടെ എസ് ശബ്ദം വരുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആ ഗ്രൂപ്പിനെ നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ നേരത്തെയും പല വീഡിയോകളിലും അതെങ്ങനെ പറഞ്ഞതാണ്. അതിന് ഹി, ഷീ, ഇറ്റ് ആൻഡ് സിംഗുലർ. ഇതാണ് സബ്ജക്റ്റ് എങ്കിൽ അതിനോടൊപ്പം വരുന്ന വെർബിന് എസ് സൗണ്ട് ഉണ്ടായിരിക്കും. കം, കംസ് ആണ്. സ്പീക്ക്, സ്പീക്സ് ആണ്. റൈറ്റ്, റൈറ്റ്സ് ആണ്.
ടേക്സ് ആണ്, സേസ് ആണ്, ട്രൈസ് ആണ്. ഇപ്പൊ ഇങ്ങനെ ആ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി അതിനെ പ്രത്യേകിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് PSC ഒക്കെ ചോദിക്കാറുള്ള ഇതെങ്ങനെ ഈ വെർബിന്റെ കറക്റ്റ് ഫോം പ്രയോഗിക്കാൻ പറയുമ്പോൾ അവിടെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. കാരണം ബേസിക് ടെൻസ് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതല്ലേ. PSC പരീക്ഷ ഒരാൾ പാസ്സായി കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നു ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുണ്ടാവും എന്ന് ഇല്ല, പക്ഷെ കഴിവ് വളർത്തിയെടുക്കാം. പക്ഷെ ആ ടെൻസ് കറക്റ്റ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് ഫോം എഴുതും. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്? ഷീ റൈറ്റ്സ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ അവൾ കഥ എഴുതാറുണ്ട്, പതിവാണ്. അതിന്റെ അർത്ഥം പറയുന്നത് അവൾ സ്റ്റോറി എഴുതും എന്നല്ല പറയുന്നത്, അവൾ എഴുതാറുണ്ട്. പിന്നെ ഐ ഗോ ഫോർ എ വാക്ക്. അപ്പൊ അവിടെ ഐ വന്നപ്പോഴത്തേക്ക് ഗോ ആണ് പറഞ്ഞത്, അവിടെ എസ് ചേർത്തില്ല. യെസ്, ഇതാണ് വ്യത്യാസം. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ആണ്, അത് പ്ലൂറലിന്റെ കൂട്ടത്തിൽ കൂട്ടുന്നതാണ്. ഐ, വി, ദേ, യു ആൻഡ് പ്ലൂറൽ ആയിട്ടുള്ള ഏത് സബ്ജക്റ്റ് വന്നാലും അതിനോടൊപ്പം വെർബ് അതിന്റെ റൂട്ട് ഫോമില്ല. കം ആണെങ്കിൽ കം, ഗോ ആണെങ്കിൽ ഗോ, ട്രൈ ആണെങ്കിൽ ട്രൈ, സ്പീക്ക് ആണെങ്കിൽ സ്പീക്ക്, സേ ആണെങ്കിൽ സേ. ഇതിനോടൊപ്പം എസ് ചേർക്കത്തില്ല. അപ്പോൾ ഈ എസ് ശബ്ദം വരുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലാണ്. ഇനി നമുക്ക് ആദ്യം ഒരു സെറ്റ് സെന്റൻസ് ഒന്ന് എഴുതാം. എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ എസും ഇഎസും ഐഎസും എവിടെ വരുന്നെന്ന് വിശദീകരിക്കും. ആദ്യം സിംഗുലർ, മുമ്പേ പറഞ്ഞത് ഷീ റൈറ്റ്സ് സ്റ്റോറീസ്, അവൾ സ്റ്റോറി എഴുതാറുണ്ട്. ഇനി അവൾ സ്റ്റോറി എഴുതാറില്ല എന്ന് പറയണം. അപ്പൊ അവിടെ വരുന്നത് ഷീ ഡസന്റ് റൈറ്റ് സ്റ്റോറീസ്. ഇവിടെ ഡസന്റ് റൈറ്റ് എന്നാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഫോമിൽ വെർബിന് മുമ്പായിട്ട് ഡസന്റ് ചേർക്കണം. ഡു, ഡിഡ്, ഡസ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് ഇംഗ്ലീഷ് ഗ്രാമറിലുണ്ട്. ഇതിന് ഈ ടെൻസുകളിലെല്ലാം ഒരു പ്രത്യേക റോളാണ് ഉള്ളത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഡസും ഡസ് നോട്ടുമാണ് എടുക്കുന്നത്, സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ ഡസന്റ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അതിൻ്റെ നോട്ടോട് ചേർത്ത് ഡസ് പ്ലസ് നോട്ട്, ഡസന്റ്, ഡസ് നോട്ട്. നമ്മൾ സംസാര ഭാഷയിൽ അത് ഡസന്റ്. അപ്പൊ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തത് തുടക്കം മുതലേ ഡോണ്ടും ഡസന്റും ഡിഡിന്റും ഒക്കെ പറഞ്ഞ് ശീലിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് അതൊന്നുകൂടെ ഇംപ്രസീവ് ആണ് ആ വിധത്തിൽ സംസാരിക്കുന്നത്. ഷീ ഡസന്റ് റൈറ്റ് സ്റ്റോറീസ്, അവൾ സ്റ്റോറി എഴുതാറില്ല. ഇനി ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇതേ ഓക്സിലറി വെർബ് ആദ്യം ഡസ് ഷീ റൈറ്റ് സ്റ്റോറീസ്, അവൾ സ്റ്റോറി എഴുതാറുണ്ടോ. ഇനി WH ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഷീ റൈറ്റ്, അവൾ എന്താണ് എഴുതാറുള്ളത്. അപ്പൊ ഈ 4 സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ വെർബിലാണ് ആ യഥാർത്ഥ പ്രയോഗം ഇരിക്കുന്നത്. കളിക്കുക, കളിക്കാറുണ്ട്, കളിക്കാറില്ല, കളിക്കാറുണ്ടോ, എന്ത് കളിക്കാറുണ്ട്. നമ്മൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാം മനസ്സിലാക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം വേരിയസ് ഫോംസ്, ഒരു വാക്കിന്റെ വേരിയസ് ഫോംസും നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഇത് സന്ദർഭം അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമല്ല. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ചെടുക്കുമ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇനി നമുക്ക് പ്ലൂറലിലേക്ക് പോകാം. അതായത് പ്ലൂറൽ ഗ്രൂപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ദേ റൈറ്റ് സ്റ്റോറീസ്, ദേ റൈറ്റ് സ്റ്റോറീസ്. അപ്പൊ ദേ കഴിഞ്ഞ് വന്ന റൈറ്റ് അതിന്റെ റൂട്ട് ഫോമിലാണ്. അതാണ് എന്റെ പ്രത്യേകത. പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ വെർബിനോടൊപ്പം ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. വെർബ് ആസ് ഇറ്റ് ഈസ്, പ്യുവർ ആയിട്ട് അങ്ങനെ. ഇനി നെഗറ്റീവ് പറയുമ്പോൾ ഇത് പ്ലൂറൽ ആയതുകൊണ്ട് ദേ ഡോണ്ട് റൈറ്റ് സ്റ്റോറീസ്. അവിടെ ഡോണ്ട്, ഡു നോട്ട് എന്നുള്ളത് ഡോണ്ട് ചേർക്കും. ഡോണ്ട് ചേർത്തതിന് ശേഷം വരുന്നത് അവിടെ റൂട്ട് ഫോമിൽ തന്നെ ദേ ഡോണ്ട് റൈറ്റ് സ്റ്റോറീസ്. ഇനി ക്വസ്റ്റ്യൻ, ഡു ദേ റൈറ്റ് സ്റ്റോറീസ്, സ്റ്റോറി എഴുതാറുണ്ടോ. വാട്ട് ഡു ദേ റൈറ്റ്, അവർ എന്താണ് എഴുതാറുള്ളത്. അപ്പൊ ഈ 8 ഫോമായി. ഈ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇടയ്ക്കെന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. സജഷൻസും ആവാം. നമുക്ക് ഇനി അതിൻ്റെ അടുത്ത പാർട്ടിലേക്ക് പോകാം.
അടുത്ത പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസും ഇ എസും ഒക്കെ ചേർത്ത് വരുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് അവിടെ ഒന്ന് വളരെ ശ്രദ്ധിക്കാം. പക്ഷേ മറ്റുള്ള ടെൻസിനേക്കാൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്താണ് കുറച്ച് കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത്. അത് ഇവിടെ ചേർക്കണം, ഇതിങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ എസ്ഒ ഇ എസ്ഒ ഐ എസ്ഒ വെർബിനോടൊപ്പം ചേർക്കണം. അതൊന്നാമത്തെ കാര്യം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിനോടൊപ്പം എസ്ഒ ഇ എസ്ഒ ഐ എസ്ഒ ചേർക്കണം. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ആദ്യം ഇ എസ് എവിടെ ചേർക്കും എന്നുള്ളത് പറയാം. വെർബിനോടൊപ്പം ഇ എസ്. അപ്പൊ ഗോ, ഉദാഹരണത്തിന് ഗോ നമുക്കറിയാം. ഗോയുടെ അവിടെ ഇ എസ് ആയി ചേർക്കും, ഗോസ് എന്നാണ് പറയുന്നത്. ഡുവിന്റെ കൂടെ ഡസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ചില പ്രത്യേക വെർബുകളുണ്ട്. ആ വെർബിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ചില അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പറയുന്നത്. ഉദാഹരണത്തിന് വെർബ് ഓയിലോ എക്സിലോ ഡബിൾ എസിലോ സി എച്ചിലോ എസ് എച്ചിലോ ആണ് അവസാനിക്കുന്നതെങ്കിൽ ആ വെർബിനോടൊപ്പം ഇ എസ് ചേർക്കണം. ഓയിൽ അവസാനിക്കുന്നു, ഉദാഹരണത്തിന് നമുക്ക് ഗോ, ഓയിലാണ് അവസാനിക്കുന്നത്, അത് ഗോസ് ആവും. ഫിക്സ് എക്സിലാണ് അവസാനിക്കുന്നത്, അത് ഫിക്സസ് എന്നാവും. ഡബിൾ എസിൽ അവസാനിക്കുന്ന ഒരുപാടുണ്ട്, അതിൽ ഒരെണ്ണം പറയാം. പ്രസ് അല്ലെങ്കിൽ കിസ് അല്ലെങ്കിൽ മിസ്, ഇങ്ങനെ ഡബിൾ എസിൽ അവസാനിക്കുന്ന ഏതും അതിനോടൊപ്പം ഇ എസ് ചേർക്കണം. പിന്നെ സി എച്ച്, ക്യാച്ച്, വാച്ച്, മാച്ച് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഇ എസ് ചേർക്കണം. പിന്നെ എസ് എച്ചിൽ അവസാനിക്കുന്നത് ഫിനിഷ്, വാഷ്, ഫർണിഷ് ഇങ്ങനെയൊക്കെയുള്ള വെർബിനോടൊപ്പം ഇ എസ് ചേർക്കണം. ഇത്രയും വെർബ് ഈ പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള വെർബിനോടൊപ്പമാണ് ഇ എസ് ചേർക്കുന്നത്. ഇത് പി എസ് സി ചോദിക്കാറുണ്ട്. കാരണം പലർക്കും ഇത് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ അവിടെ തെറ്റുപറ്റും. അപ്പൊ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും കൂടി ഇതൊന്ന് ശ്രദ്ധിച്ചോളാം. എവിടെയൊക്കെയാണ് എസും ഇ എസും ഐ എസും ചേർക്കുന്നത്. അപ്പൊ ഇ എസ് ചേർക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഐ എസ് ചേർക്കുന്ന എവിടെയാണെന്ന് നോക്കാം. ഐ എസ് ചേർക്കുന്നത് സേ എന്ന് പറയുമ്പം എസ് എ വൈ, വൈയിലാണ് അവസാനിക്കുന്നത്. ഫ്ലൈ എഫ് എൽ വൈ, വൈയിലാണ് അവസാനിക്കുന്നത്. വെർബിന്റെ അവസാന അക്ഷരം വൈയിൽ അവസാനിക്കുകയും അതിന് തൊട്ട് മുമ്പുള്ളത് ഒരു കൺസോണന്റും ആണെങ്കിൽ, വോവൽസ് അല്ലാതെ വരുന്നതിനെയാണ് നമ്മൾ കൺസോണന്റ് പറയുന്നത്. ഇതാണെങ്കിൽ വൈ ചേഞ്ച് ചെയ്ത് ഐ എസ് ആണ്. അപ്പൊ ഉദാഹരണത്തിന് സേ, വൈക്ക് മുമ്പ് എ ആണ്, അത് സ്വരാക്ഷരമാണ്. ഫ്ലൈ എഫ് എൽ വൈ, വൈക്ക് മുമ്പ് വന്നിരിക്കുന്നത് സ്വരാക്ഷരം, വോവൽ അല്ല. അങ്ങനെ വോവൽ ആണെങ്കിൽ വോവൽ അല്ലെങ്കിൽ, ഇതാണ് മനസ്സിലാക്കുന്നത്. വോവൽ ആണെങ്കിൽ എസ് ചേർത്താൽ മതി, വോവൽ അല്ലെങ്കിൽ ആ വൈ മാറ്റി ഐ എസ് ആക്കണം. ഇതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പൊ ഇത് ഗ്രാമർ പോയിന്റിൽ പ്രത്യേകം സ്ക്രീനിൽ കാണിക്കും, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ എവിടെങ്കിലുമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അതിങ്ങനെ മനസ്സിലാവും. കേൾക്കുമ്പോൾ പിടികിട്ടത്തില്ല, കാരണം കേൾക്കുമ്പോൾ നമുക്കുള്ള ഒരു സൗണ്ടേ ഉള്ളൂ, എസ് സൗണ്ട്. ഫ്ലൈ ഫ്ലൈസ്, സേസ് സേസ്, ഗോ ഗോസ് എന്നൊക്കെ ഉള്ളൂ. പക്ഷെ വായിക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. അവിടെ എസ് വരുമ്പോഴും ഇ എസ് വരുമ്പോഴും ഐ എസ് വരുമ്പോഴും. ഇനി നമുക്ക് ഇത്രയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് എക്സർസൈസ് ചെയ്യാം. ആ എക്സാമ്പിൾസ് ഞാൻ പറയാം, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം അടുത്ത പാർട്ടുണ്ട്, ഇതൊന്ന് തുടരും. കാരണം ഇതിനകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു എക്സാമ്പിൾസിലേക്ക് പോകാം. അവൻ ഇവിടെ വരാറില്ല, ഹി ഡസൻ കം ഹിയർ. അവർ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്, ദേ ഗോ ടു ടെമ്പിൾ എവറി ഡേ. നിങ്ങൾ അവളെ വിളിക്കാറുണ്ടോ, ഡു യു കോൾ ഹർ. ഞാൻ വ്യായാമം ചെയ്യാറുണ്ട്, ഐ ഡു എക്സർസൈസ്. അവന് നോൺ വെജ് ഇഷ്ടമല്ല, ഹി ഡസൻ ലൈക്ക് നോൺ വെജ്. അവൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വരും നോക്കാം. അവൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. ഷീ ഗോസ് ടു ടെമ്പിൾ എവറി ഡേ. ഇനി ഡെയിലി ചേർത്ത് വേണമെങ്കിലും പറയാം, ഷീ ഗോസ് ടു ടെമ്പിൾ ഡെയിലി. ഇനി ഡെയിലി ഷീ ഗോസ് ടു ടെമ്പിൾ. ഇങ്ങനെ നമുക്ക് ഈ ടൈം ആഡ് വെർബ് എന്ന് പറയും, അത് സെന്റൻസിന്റെ തുടക്കത്തിലോ ഇതോ അവസാനത്തിലോ കൊണ്ടുവരാം. പക്ഷേ എന്ന് ചോദിക്കും, ഇതിന് രണ്ടിടത്തും സ്ഥാനമുണ്ടോ? അല്ല.
ഫോർമൽ ഇംഗ്ലീഷിലെ ഈ വാക്കുകൾ അവസാനം കൊണ്ടുവരണം, ഇൻഫോർമൽ തുടക്കത്തിലാണ്. അത്രയും. ഈ എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ട് അതൊന്ന് നോക്കണം. അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനകത്ത് നെഗറ്റീവ് സെന്റൻസ് ഉണ്ട്. ഇനി ഇതിന്റെ അടുത്ത പാർട്ടിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ എപ്പോഴും അതിന് ഓരോ സെക്ഷൻ വൈസ് വേണം പഠിച്ചെടുക്കാൻ. ഒന്നിച്ച് എല്ലാം കൂടെ എന്നുള്ള ഒരു മെത്തേഡ് ഒരുപക്ഷെ ഇതിനകത്ത് കൂടുതൽ ഈ അത് വേണം, ഇവിടെ വേണം, ഇവിടെ വേണ്ട എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടൊന്ന് മനസ്സിലുറക്കാൻ വേണ്ടി കുറേശ്ശെ പഠിക്കാം. ഇനി ഇതിന്റെ അടുത്ത പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ എല്ലാ വിചാര വികാരങ്ങളെയും പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഫോമാണ് പ്രയോഗിക്കുന്നത്. വിചാര വികാരങ്ങൾ, മെന്റൽ പെർസെപ്ഷൻസ് എന്ന് പറയും. ഉദാഹരണത്തിന് തിങ്ക്, ലൈക്ക്, ലവ്, ഗസ്, അണ്ടർസ്റ്റാൻഡ്, ഇമാജിൻ, സപ്പോസ്, ബിലീവ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ഈ ലവ്, ഹേറ്റ്, ഇതെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ഫോമിലാണ് പറയുന്നത്. ഇപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അവൾ എന്നെ സ്നേഹിക്കുന്നവൾ, ഷീ ലവ്സ് മീ. ഐ തിങ്ക് ഷീ നോസ്. ഇത് നമ്മൾ ഈ വിധത്തിലാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ വാക്കുകളൊക്കെ അപ്പൊ നിങ്ങൾ ആ സ്ക്രീനിൽ ഈ വാക്കുകൾ സ്ക്രീനിൽ കൊണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഫോമിലാണ് പറയുന്നത്. ഇനി ഇത് കൂടാതെ സെന്റൻസിന്റെ ടൈം റെഫറൻസ് പറയും. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ടൈം റെഫറൻസ് ഉപയോഗിക്കുന്നത് ഓൾവേസ്, ഡെയിലി, യൂഷ്വലി, ഓഫൺ, every day, every week, every month, every year, quite often, never. ഇങ്ങനെയൊക്കെയുള്ള ആഡ്വർബിയൽ ടൈം. ഇത് നിങ്ങൾ ഗ്രാമർ ടെർമിനോളജി വിട്ടുകളെ ഈ വാക്കുകൾ സിമ്പിൾ പ്രസന്റ് ഫോമിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇപ്പൊ പറഞ്ഞ ഈ മെന്റൽ പെർസെപ്ഷൻസ് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ വെച്ച് ഞാൻ ഒന്ന് പറയാം. ഷീ ലൈക്സ് ഓറഞ്ച്. അവൾക്ക് ഓറഞ്ച് ഇഷ്ടമാണ്. ഷീ അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് എവർ ഐ സേ. ഞാൻ പറയുന്നത് അവൾ മനസ്സിലാക്കുന്നു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സേ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഹേറ്റ് ഇംഗ്ലീഷ് മൂവി. ഇംഗ്ലീഷ് മൂവി എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ വെറുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും എഴുതി വെച്ചിരുന്നത് ഐ ലവ് യു എന്നല്ല, ഐ ആം ലവിങ് യു എന്ന് എഴുതി വെച്ച് കണ്ടിട്ടില്ലല്ലോ. ഐ ലവ് യു. അപ്പൊ ഐ ലവ് യു എന്ന് പറയുന്നത് അത് സിമ്പിൾ പ്രസന്റ് ഫോമിലാണ്. ആ ലവ് എന്നുള്ള ഒരു വികാരം പ്രസന്റിൽ ഉണ്ടെങ്കിലും പക്ഷെ സിമ്പിൾ പ്രസന്റ് ഫോമിലെ അത് പ്രയോഗിക്കുന്നു. ഇനി ഇതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് പറയാം. എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ്, പക്ഷെ ഓറഞ്ച് ഇഷ്ടമല്ല. ഐ ലൈക്ക് ആപ്പിൾ ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഓറഞ്ച്. ഞാൻ പറയുന്നത് അവൻ മനസ്സിലാക്കുന്നില്ല. ഹി ഡസന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ. അവൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഷീ ബിലീവ്സ് ഇൻ ഗോഡ്. അവർ രാവിലെ 5 മണിക്ക് എഴുന്നേക്കാറുണ്ടോ? ഡു ദേ ഗെറ്റ് അപ്പ് അറ്റ് 5 o'clock in the morning? നിങ്ങൾ എപ്പോഴാണ് ഓഫീസിൽ പോകുന്നത്? വെൻ ഡു യു ഗോ ടു ഓഫീസ്? അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് സിമ്പിൾ പ്രസന്റ് ഫോം എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡസും ഡസൻറ്റും എന്നുള്ള പ്രയോഗമുണ്ട്. നെഗറ്റീവിലെ ഡസന്റ് പ്രയോഗിക്കും, ക്വസ്റ്റ്യനിൽ ഡസ് പ്രയോഗിക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ ഡൂം ഡോണ്ടും, അതായത് നെഗറ്റീവ് ആശയം പറയണമെന്നുണ്ടെങ്കിൽ ഡോണ്ട് ചേർത്ത് പറയും. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ദേ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഡു ദേ ലൈക്ക് ഇറ്റ്. ഇതാണ് അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത്. പിന്നെ സന്ദർഭങ്ങൾ നിങ്ങൾക്കിത് നല്ലവണ്ണം മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ.